എന്താടാ അലക്സ്, സുഖമല്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല സാർ. ആ, അതാ എനിക്ക് പിടിക്കാത്ത. പേരൊരു മകൻ ഫലത്തിലില്ല. ഈടാ ഇത് സ്ഥിരമല്ലേടാ. മകനെ പിടിച്ചാലോട്ട് കിട്ടുകയില്ല. ബാക്കിയുള്ളവരുടെ സമയം കെടുത്താൻ നീ അങ്ങോട്ട് മാറിയേക്ക്. കിട്ടുന്നില്ല. എന്നാ പിന്നെ ഇന്ന് വേണ്ട, പിന്നെ വിളിക്കാം. അതാ നല്ലത്. അതാ നല്ലത്. പോയട്ടെ. എന്നാ അടുത്തവൻ പാടാ. ഹലോ മോളെ, എന്താ സുഖമില്ലേ മോളെ? അതൊന്നും കാര്യമാക്കണ്ട മോളെ, അച്ഛൻ ഉടനെ ഇറങ്ങുമല്ലോ. അല്ല മോളെ, ഞാൻ അങ്ങോട്ട് വരാം. അതൊക്കെ പോട്ടെ, ഇന്ന് ദീപാവലിയായിട്ട് മോൾ അമ്പലത്തിൽ പോയോ? മതി, വെച്ചിട്ട് പോ, സമയം കഴിഞ്ഞ്. ഒരു സെക്കൻഡ് പ്ലീസ്. ഒരു സെക്കൻഡ്. അച്ഛൻ എന്തായാലും വേഗം വരാട്ടോ മോളെ, ഇപ്പൊ ഫോൺ വെക്കാനായി. ഇനി ആരാ അടുത്ത സെക്കൻഡ്? മോൾക്ക് വീട്ടിലെന്തോ പേടിയുള്ളത് പോലെ. പേടിക്കാനൊന്നുമില്ലെന്നേ, അമ്മയുടെ അടുത്തല്ലേ. നീ അവിടെ ചെല്ലണേ. സാറേ, ഞാൻ ആ മേശ്ശേരിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. മേശ്ശേരിയെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ ഹാളിൽ. ഇവന്റെ പറച്ചില് കേട്ടാ തോന്നും ഏതോ ഗവൺമെന്റ് ജോലിക്കുണ്ട ഇന്റർവ്യൂ ആണെന്ന്. ഈ പാവത്തിന്റെ ശവത്തെ കുത്തി നോവിക്കാൻ ആരോ ഒരുമ്പട്ട് വന്നിട്ടുണ്ട്. രാഘവനോട് വേണ്ടായിരുന്നു.
കത്രീന കത്രീന വന്നോളൂ. എൻ്റെ സാറുമാരെ അതിനകത്ത് വേറൊന്നുമില്ല, കുറച്ച് മരുന്നും കുളിസോപ്പും മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല സാറേ. ആ നമ്പർ ഇട്ട് മാറ്റി വെച്ചോളൂ. അലക്സ് മേസ്ത്രിയുടെ പെങ്ങളാ. പിന്നെ ജോൺ സൂപ്രണ്ടിൻ്റെ അനുവാദമുണ്ട്. മേസ്ത്രിക്ക് വെളിയിൽ നിന്ന് പെങ്ങളെ കാണാനും സംസാരിക്കാനും. അതെന്താന്ന് വെച്ചാൽ ചെയ്യൂ, അധികം സമയം എടുക്കണ്ട. ശരി. ഇന്നത്തിനടി കരയുന്നേ? എൻ്റെ ഇച്ഛനിങ്ങനെ കാണേണ്ടി വരുമ്പോ എനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ? നീ എന്നടി പറയുന്നേ? അവനെന്തേ വർഗീസ്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കൊള്ളരുതാത്തം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ വരുമ്പോ ഞാൻ ഇത് തന്നെയാ പറയുന്നത്. എൻ്റെ മോനെ എങ്ങാനും കാണാറുണ്ടോ? അവനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? നടക്കലെന്നറിയാം. അബ്ദുക്കാക്ക് എങ്ങനെയുണ്ട്? ഒത്തിരി നാളായി ഇങ്ങോട്ട് കണ്ടിട്ട്. നടക്കാനൊന്നും വയ്യ, എന്നാലും ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും പറയും. പുള്ളിക്കാരൻ വരാത്തോണ്ട് നാട്ടിലെ വിശേഷമൊന്നും അറിയുന്നില്ല. ഇച്ഛായ, എന്നോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നാറുണ്ടോ? നീ എന്നതാടി ഈ പറയുന്നത്? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോ സമനില തെറ്റുന്ന പോലെ തോന്നും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തലയിലെടുത്താടി കൊച്ചേ. ഇങ്ങനെ ഒന്ന് കരയാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഈ കരച്ചിലും പിടിച്ചിട്ടൊന്നും കാണും. ശരി, സമയം ഇച്ഛനെ വിഷമിപ്പിക്കുന്നില്ല, പോയേക്കുവാ.